Start camera. Rolling, sir. Action! ഓക്കെ പോയിന്റിലോട്ട് വരാം. എവിടെ ബ്ലൂടൂത്ത് എവിടെ? എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഇതുപോലെ സ്വിച്ച് ചെയ്യാനും അതുപോലെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനൊക്കെ ഈ ഒരു S Penനകത്ത് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. എന്നാൽ S25 അൾട്രയിലേക്ക് വന്നപ്പോൾ S Penനകത്തുള്ള ആ ഒരു ബ്ലൂടൂത്ത് ഫീച്ചർ സാംസങ് ഒഴിവാക്കിയിരിക്കുകയാണ്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഫ്രാങ്ക്, എനിക്ക് S24 അൾട്രയാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവം. ഇപ്പോഴും 5000 mAh മാത്രമാണ് S24 അൾട്രയിൽ നിന്ന് യാതൊരു അപ്ഗ്രേഡും ഈ ഒരു ഫോണിനകത്തേക്ക് വരുത്തിയിട്ടില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ചിപ്സെറ്റ് ഉണ്ട് പുതുമ, ഒരുപാട് AI പരിപാടിയുണ്ട് പുതുമ, പിന്നെ മറ്റേ S Pen അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഇല്ല, അത് ആരും യൂസ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് മാറ്റിയത്. ആകെ അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. പിന്നെ വേറെ ഒന്നും ഇല്ല. പക്ഷേ പൈസ കൂട്ടിയിട്ടുണ്ട് കേട്ടോ, 1,30,000 ആയി. അതിച്ചിരി കൂടുതലല്ലേ? വേറെ കേട്ടോ, കമ്പനി അത്യാവശ്യം കുറച്ച് നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മറ്റേ ചൂടാവണ ചിപ്സെറ്റുകൾ ഉണ്ടാക്കിയേ കുറച്ച് അഹങ്കാരം കയറിയതാണ്. പക്ഷെ ഒന്ന് മാറിയിട്ടുണ്ട്. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പൂത്തിയ കമലാസനൻ എടുത്ത് പറയാനുള്ളത്, എന്തുകൊണ്ട് ഫ്രണ്ട് ക്യാമറയിലെ സെൻസർ മാറ്റുന്നില്ല? 12 മെഗാപിക്സൽ തന്നെയാണ് ഇപ്പോഴും. അതും ഒരു മാറ്റവും ഇല്ലല്ലോ. 6000 mAh ബാറ്ററി ഉള്ള ഫോണുകൾ ഇപ്പം 1/2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ എടുത്ത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഈ ലുട്ടാപ്പി ഫോണ് 1 മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാൻ. ബ്ലോട്ട്വെയർ ആണിത്, സാംസങ്ങിൻ്റെ ആപ്സ്. അത് കഴിഞ്ഞിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ. ഇത് ആരാണ് ചോദിച്ചത്? ഞാൻ ചോദിച്ചാൽ ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ വെച്ച് തരാനല്ല, ഇതുപോലത്തെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, കുറച്ച് ബാറ്ററി ഇത്. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ, എപ്പൊ ശരിയാക്കാ ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, സാംസങ്ങിൻ്റെ ഒക്കെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വരയാണ്, എന്നിട്ട് അവന്മാർ കൈയും മലത്തും. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഞാൻ പിന്നെ എൻ്റെ ചാനലിൽ S25 അൾട്ര ഞാൻ ചെയ്യുന്നില്ല. ബിക്കോസ് എന്തിന് ഒന്ന് ആ പുണ്ണാക്കിന് ഭയങ്കര വിലയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. നമ്മളൊരു ഫോട്ടോ എടുക്കും മുഖം മറച്ചോണ്ട്, എന്നിട്ട് നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ നമ്മളെ മുഖം അവർ റീകൺസ്ട്രക്ട് ചെയ്യും. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഫോട്ടോ എടുക്കട്ടെ കേട്ടോ, ഇതാണ് കേട്ടോ ഫോട്ടോ. എന്റെ പൊന്നു സാംസങ്, ഇതാരിത്? ശുക്കൂർ ഭയ്യ അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോയുടെ കുറ്റമാണോ? അകത്തോടെ പോണോ? ഇവരാരാണെന്ന് എനിക്കറിയാം, എന്തായാലും ഞാനല്ല, അതെനിക്കറിയാം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. കൊണ്ടുപോണോ? എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ടെന്ന്. I'm here to make you hurt. That's the only way I work.